സോ ഗൈസ്, നമ്മൾ ആഫ്റ്റർ എ ലോങ് ടൈം വ്ളോഗ് എടുക്കുന്നു ഗൈസ്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ, ആസ് യൂഷ്വൽ രാജുവേട്ടനെ പിക്ക് ചെയ്യാനാണ് പോകുന്നത്. എൻ്റെ കയ്യിൽ എന്താ കുറച്ച് ഞാൻ കയറണ്ടേ, കുറച്ച് ഫ്രണ്ടിൽ വരൂ. ഞാൻ കാറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഏതാ അപ്പോൾ എൻ്റെ കയ്യിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷൂസ്. ഇതെനിക്ക് ആരാണ് തന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് രാജുവേട്ടനെ പിക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നൗഫൽഖാനെ പിക്ക് ചെയ്യാം. ഇത് ഈ ഡോറിൻ്റെ ഇത് എന്താ പറ്റിയേ ഗൈസ്? ഈ വ്യക്തിക്ക് ഇന്നലെ രണ്ട് പ്രാവശ്യം രാജുവേട്ടന്റെ വീട് കാണിച്ചു കൊടുത്തതാണ്. എന്നിട്ടും രാവിലേക്ക് മറന്നു. തിരിയട മുത്ത. പിന്നെ ഈ ഓർമ്മശക്തി ഇല്ല ഈ വ്യക്തിക്ക്, ഓർമ്മശക്തി ഇല്ല. അപ്പൊ നമ്മള് രാജുവേട്ടൻ, ഇത് അമ്മമ്മേന്റെ വീടേ, ഇത് ഇത് അമ്മമ്മേന്റെ വീട്. ഇല്ല, ഞാൻ മറന്നേനെ പറഞ്ഞുതരാൻ വേണ്ടിട്ട്. അപ്പൊ നൗഫലിഖാനോട് ഞങ്ങൾ എത്തി എന്ന് പറഞ്ഞതാണ്. അപ്പോ ഞങ്ങൾ എവിടെയുണ്ട്? വീട്ടിൽ. രാജുവേട്ടൻ എന്തായാലും കൊല്ലും. ഞാൻ വിശാലേട്ടനെ ഇട്ടുകൊടുക്കും. ഇല്ല, അപ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ എന്റെ പെരടിക്കെല്ലാം ഇട്ട് കഴിഞ്ഞു. രാജുവേട്ടൻ ഫോൺ വിളിച്ചപ്പോ വിശാലേട്ടൻ എടുത്തിട്ട് പറഞ്ഞു, ഇവിടെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിരിക്കുന്നുണ്ട്. പാവം ഞാൻ. അപ്പൊ നമുക്ക് പോയിട്ട് രാജുവേട്ടനെ പിക്ക് ചെയ്തിട്ട് നൗഫലിഖാനെയും കൂടി പിക്ക് ചെയ്തിട്ട് പിന്നെ സാധനം അവിടെ ഇറക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ടിയിലുള്ളതൊക്കെ. അപ്പൊ അതൊക്കെ ഇറക്കി വെച്ചിട്ട് എവിടെയെങ്കിലും തെണ്ടാൻ പോവാം, എവിടെയെങ്കിലും. ഗൈസ് നമ്മൾ രാജുവേട്ടൻ നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. രാജുവേട്ടൻ LKG-യിലൊക്കെ പോകുന്ന പോലെ കയ്യിൽ കുപ്പി വെള്ളമൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. എന്താണ് സംഭവം എന്നറിയില്ല. നമുക്ക് രാജുവേട്ടൻ എടുത്തിട്ട് ചോദിച്ചു. കേറിയവാളും ചിലപ്പോ ചീത്ത വിളിക്കുമായിരിക്കും. എന്നാ കണ്ണ് പൊട്ടുന്ന ചീത്തയായിരിക്കും രാജുവേട്ടൻ വിളിക്കുന്നതൊക്കെ. ആരായിരിക്കും ലൈസൻസ് കൊടുത്തത്? 45 മിനിറ്റ് ഞാൻ ഫോൺ വിളിക്കുമ്പോ രാജുവേട്ടൻ ബിസി. രാജുവേട്ടൻ വാസ് ബിസി. അമ്മക്കിത് ഇതിലുള്ള ഇത് പിന്നെ പൊടിയാടെ വെക്കണല്ലോ. പിന്നെ ഗൈസ്, പിന്നെ സീക്രട്ട് ഗൈസ്. അപ്പൊ നമ്മള് ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ അല്ലേട്ടാ കോടികൾ വിലമതിക്കുന്ന ഫാക്ടറി, നമ്മുടെ പുട്ടുപൊടി പത്തിരിപ്പൊടി ഒക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഫാക്ടറി ഞങ്ങൾ കാണിച്ചില്ല. അപ്പൊ നമുക്ക് വേഗം പോയി അച്ഛനോടും അമ്മേനോടും ചാച്ച ബൈ ബൈ പറഞ്ഞിട്ട് പോവാം. അല്ല രാജുവേട്ടൻ ഇന്ന് ചോദ്യാണ് എന്നോട്. കുറച്ചോ? ഇതാ നിങ്ങളുടെ നാട്ടില് കുറച്ച്. എന്റെ പേരടി കിട്ടും. നമുക്ക് അമ്മേനോട് പറയാം ഗൈസ് പോകുന്നു. ഗൈസ്, ഇതാണ് നമ്മുടെ ചിന്നൂസ് പുട്ടുപൊടി. പത്തിരിപ്പൊടി ഉണ്ട്, പുട്ടുപൊടി മാത്രമല്ല പത്തിരിപ്പൊടി ഉണ്ട്. നിങ്ങൾക്ക് കാസർഗോഡ് ഏകദേശം എല്ലാ ഷോപ്പുകളിലും അതുപോലെ തന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് അവൈലബിൾ ആണ്. എല്ലാവരും വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഹോണസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായം പറയണം. അല്ല രാജുവേട്ടാ? പിന്നെ അപ്പോൾ ഓക്കെ, ചിന്നൂസ് പുട്ടുപൊടിയാണ് പത്തിരിപ്പൊടി. ഗൈസ്, സാധനം എല്ലാം എടുത്ത് ബാക്കിലിടണമല്ലോ. അതല്ല ആരുടെ അടുത്ത് ഫ്രണ്ടിലിട്ടേ എനിക്കറിയില്ല. അതിന്റെ പിന്നിലൊക്കെ തോന്നുന്നു ആർക്കേന്റെ കറുത്ത കൈകളാണ്. ബൈക്ക് പറഞ്ഞിട്ട് ഗൈസ്, വിശാലേട്ടന്റെ ഫ്രണ്ട് പറ്റിച്ചു. അതുകൊണ്ട് വിശാലേട്ടൻ ഇന്ന് പോകുന്നില്ല. അമ്മേനോട് ഞാൻ പറയാം. പിന്നെ അമ്മേനെ വിളിച്ച് നമ്മളിത് പറയുന്നു. അപ്പൊ ഏട്ടനൊന്നും പോകുന്നില്ല ഗൈസ്, പോകുന്നില്ല. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. ഏട്ടനൊന്നും പോകുന്നില്ല. നമ്മളിന്ന് ചാമുണ്ടിക്കുന്ന് തെയ്യത്തിനൊക്കെ പോയി തെയ്യമൊക്കെ കണ്ടിട്ട് നാളെ വേണമെങ്കിൽ രാവിലെ വേണമെങ്കിൽ സ്ഥലകാലിയേക്കും. ഒരു പ്രശ്നം. പക്ഷെ ഇന്ന് പോകുന്നില്ല.
ഗൈസ് നൗഫലിക്കാന്റെ 2 മെസ്സേജ് ഉണ്ട്, പക്ഷെ ഓപ്പൺ ആക്കുന്നില്ല. കാരണം രാജുവേട്ടനേക്കാൾ മുന്നേ റെഡിയായ വ്യക്തിയാണ്. അതെയാ? ഓക്കെ, എന്നാ പ്രശ്നമില്ല അല്ലേ? എന്നാ കുറച്ചേ കിട്ടും. പറയാൻ പറ്റില്ല, റിക്ഷ പിടിച്ച് പോയോ എന്നുള്ളതും അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മൾ നൗഫൽഖാന്റെ വീടിന്റെ അടുത്ത് എത്താനായി. വിശാലേട്ടൻ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പെട്ടെന്ന് സൈലന്റ് ആയി. റീസൺ ചട്ടിയായിരുന്നല്ലോ. അല്ലാ, ഇത് കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർ നമ്മളെ കൂമിനിട്ടിരിക്കും. എന്നാലും സാറില്ല, ചട്ടി വരും. ഇനി ചട്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. വിശാലേട്ടനും ചട്ടി വരുന്നത്. വിശാലേട്ടൻ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും പ്രോപ്പർ കാസർഗോഡ് ഭാഷ അവിടുന്ന് സംസാരിക്കും. അങ്ങാടിപ്പുറം പോയിട്ട് പ്രോപ്പർ കാസർഗോഡ് ഭാഷ സംസാരിക്കണം. ഓക്കെ, അതിന് ഞങ്ങൾ നിങ്ങളെ പേടിപ്പിക്കല്ല ഭായി. ഗൈസ്, നമ്മളപ്പോ നൗഫലിഖാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നൗഫലിഖാന്ന് വെച്ചാല് പിന്നെ പൊന്നോണോ അപ്പൊ നൗഫലിക്ക് ഇപ്പൊ വരും. വന്നിട്ട് പുരാട എന്നെ ചീത്ത വിളിക്കും. ഞാനത് വീണ്ടും വിശാലേട്ടന്റെ പരിടിക്കിടും. ഞാൻ എന്നിട്ട് നൈസായിട്ട് ഞാൻ ഒഴിവാകും. അപ്പോഴത്തേക്കും ഭാഗ്യം നൗഫലിക്ക വിളിച്ചപ്പോ ഞാനാ ഫോൺ എടുത്തേ. എന്റെ ബാക്ക് തട്ടിക്കോ കേട്ടാ. എന്തുമ്മ തിന്നുന്നേ? അതെയാ? അച്ചൂടാ, താങ്ക് യു അച്ചു. ഗൈസ്, ഉപ്പിലിട്ട നെല്ലിക്ക കണ്ടാ? പോടാന്നല്ല കുഞ്ഞി, ഇറങ്ങി പോടാന്ന്. ഗൈസ്, നമ്മുടെ ഇവിടെ അഭയാർത്ഥികളെ പോലെ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഇത് ഏത് റോഡിലായിട്ടാ? മറ്റേ പുലിക്കൂർ റോട്ടിൽ. അമ്മാ, വെള്ളവും തരണേ, വെള്ളം. ഈ കുഞ്ഞിന്റെ സൈക്കിളങ്ങാ പൊളിഞ്ഞാല് ഗൈസ് എവിഡൻസ് ഉണ്ട്. ആ സൈക്കിള് പൊട്ടിപ്പോയാൽ ഏക ഉത്തരവാദി വിശാലേട്ടനാണേ. ഞാൻ പറയാലോ ഗൈസ്, നമുക്കിവിടെ പിന്നെ വിശക്കുമ്പോ തിന്നാൻ, അഭയാർത്ഥികളാണെങ്കിലും വിശക്കുമ്പോ തിന്നാൻ നമുക്ക് നെല്ലിക്കയുണ്ട്. മുടി നോക്കട്ടെ വിശാലേട്ടാ, മുടി കാണിച്ച ബാക്കിൽ കാണിച്ച. ഗൈസ്, വിശാലേട്ടൻ നമ്മളെ പണ്ടത്തെ സഞ്ജയ് ദത്താണ്. ആവാൻ ശ്രമിച്ചു. സഞ്ജയ് ദത്ത് ഫ്രം മീഷോ. വിശാലേട്ടന്റെ നാട്ടുകാർ ഇത് കാണുമ്പോ, നാട്ടിലുള്ള ആരെങ്കിലും ഇത് കാണുമ്പോ വിചാരിക്കും, ഇവൻ നാട്ടിൽ ഇങ്ങനെ നല്ലല്ലോ അല്ലേ? നാട്ടിൽ ഇങ്ങനെ നല്ല. ബൈ കേൾക്കൂല അല്ലേ? ഞാൻ ആരായപ്പോ? ശശി, റോക്ക് ശശി. ഗൈസ്, നിങ്ങൾ കാണാത്തൊരു മുഖം വിശാലേട്ടനുണ്ട്. പോട്ടെ, വണ്ടി പോട്ടെ, നേരെ കറക്റ്റ് പോട്ടെ. ഗൈസ്, ഞാൻ പുതിയ ടീഷർട്ടാണിത്. ഗൈസ്, നമുക്ക് ആക്ച്വലി എവിടെ പോണെന്നൊരു ഐഡിയ ഇല്ല ഗൈസ്. നമ്മള് വിശാലേട്ടാ നമ്മൾ എവിടെ പോകും? റെയിൽവേ സ്റ്റേഷനിൽ പോവില്ല. ഇല്ല നോ. അവിടെ നല്ല ഫോട്ടോ എടുക്കാം. വേണ്ട, റെയിൽവേ സ്റ്റേഷനിലുള്ള ഫോട്ടോ ഷൂട്ട് വേണ്ട നമുക്ക്. എവിടെ പോവും? നൗഫലിക്ക പറവായി ഒരിക്കോ അതിന്റെ ഇടക്ക് ചക്കളി നിന്ന കണ്ണൂട്ടിക്കണേ. പല കഥകളും പറയാനുണ്ട്. ഞാനും എന്റെ
ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഉദുമ പോകുന്ന റോട്ടിൽ ഞങ്ങൾ തീരുമാനിച്ചെന്താണെന്ന് വെച്ചാൽ കാഞ്ഞങ്ങാട് പോകാന്ന്. വേറെ ഓപ്ഷനൊന്നുമില്ല, ഇതന്നെ കാഞ്ഞങ്ങാട് പോകാമെന്ന് വിചാരിച്ചു. ദെൻ നമ്മളിവിടെ ഉദുമയിൽ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു, കുറച്ച് വീഡിയോസ് എടുത്തു. ഇനി വീണ്ടും നമ്മൾ എവിടെയെങ്കിലും ബത്തക്കവെള്ളം വീഡിയോ ഓണാക്കാണ്ട് ഇത്രയും ചെലച്ച എന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ചോടി ഞാൻ എന്റെ ക്യാമറ കുഴപ്പമില്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ആരും പറയാനും പറ്റൂല. ആരും പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ തലക്ക് തല്ലി ഗാർഹിക പീഡനം. വിശാലായിട്ട് എന്റെ തലക്ക് തല്ലി ഗൈസ്, ഇവിടെ തല്ലി. ചങ്ങായി ചെറിയ അലമ്പൊന്നും അല്ലാല ഗൈസ്. നമ്മള് റോഡ് സൈഡില് രാജുവേട്ടന്റെ വത്തക്ക ജ്യൂസ്, റീസൺ നമ്മൾ പറയുന്നില്ല, വത്തക്ക ജ്യൂസ് വേണം പറഞ്ഞ് വത്തക്ക ജ്യൂസ് കുടിക്കുന്നു. ഇതാണ് ഗൈസ് ആ വത്തക്ക കട വന്നിരിക്കുന്നത്. ഗൈസ് എവിടാ? ആ, എല്ലാരും വരിക വത്തക്ക ജ്യൂസ് കുടിക്കാന്ന്. ഗൈസ്, അപ്പൊ നമ്മൾ ഇനി വത്തക്ക ജ്യൂസൊക്കെ കുടിച്ചു. ഞാൻ ചായ കുടിക്കാന്നാണ് പറഞ്ഞത്, കാരണം എനിക്ക് എന്റെ ചെക്കനില്ലാണ്ട് ജീവിക്കാൻ പറ്റും, പക്ഷെ ചായ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇല്ല. വീണ്ടും ഞാൻ ക്യാമറ ഓണാക്കാണ്ടാണ് ഇത്രയും ചലച്ചത്. ഞാൻ കുറെ ചലച്ചു, ഞാൻ 5 മിനിറ്റോളം ചലച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. ഒന്നുമില്ല, ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ വത്തക്ക ജ്യൂസ് കുടിച്ചു. ഇനിയും വത്തക്ക ജ്യൂസ് കുടിക്കും. ചായയാണ് കുടിക്കാൻ വിചാരിച്ചത്. ചായയാണ് കുടിക്കാൻ വിചാരിച്ചത്. നൗഫലിക്ക് എന്നെ കുടിക്കാൻ വിട്ടിട്ട. ചൂട് കാലത്ത് ചായ കുടിക്കണ്ട പറഞ്ഞു, വത്തക്ക ജ്യൂസ് കുടിച്ചു, കഴിഞ്ഞു. നേരത്തെ 5 മിനിറ്റ് പ്രസംഗിച്ചിന്, ഇനി കഴിയില്ല, മതി, ബൈ. സോ ഗൈസ്, നമ്മള് കറങ്ങി തിരിഞ്ഞ്, എനിക്ക് തോന്നിയില്ല രാജുവേട്ടന്റെ കൈ പെരങ്ങിയിട്ടില്ലേ, ക്യാമറ ബ്ലർ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സാറില്ല. പിന്നെ നമ്മള് എല്ലാം കൂടെ ഞങ്ങൾ ഇപ്പൊ എത്തിയിട്ടുള്ളത് മഞ്ഞമ്പൊതി കുന്നിലാണ്. മഞ്ഞമ്പൊതി കുന്നിൽ എത്തിയപ്പോഴത്തേക്കും മുട്ടക്കാട്ട വെയില് അല്ല രാജുവേട്ടാ, മുട്ടക്കാട്ട വെയില്. അതപ്പൊ കുറച്ച് പെൺകുട്ടികൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പെൺകുട്ടികളെ നോക്കാം ഗൈസ്. അങ്ങനെ വീണ്ടും അങ്ങനെ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ആനന്ദാശ്രമമാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ മിക്കവാറും പഞ്ചാബി ഹൗസത്തെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലത്തെ പൊട്ടനാണ് ഈ പോകുന്നത്. ഇത് വിശാലേട്ടന്റെ നാട്ടിൽ ആലോചിച്ച് നോക്കിയാട്ടെ. ചെങ്ങായിക്കാടൊരു ടെറർ ലുക്കാണ്. ആ ചെങ്ങായിനെയാണ് നമ്മൾ ഞാൻ ഇങ്ങനെ പറയുന്നത്. വിശാലേട്ടനുണ്ടല്ലോ, വിശാലേട്ടൻ എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, പച്ച കൈ എടുക്കൂലെന്നൊക്കെ. അപ്പോൾ നമ്മൾ ആനന്ദാശ്രമം എത്തി. നൗഫിലൊക്കെ വെള്ളം കൂട്ടാൻ പോയിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളം കിട്ടുമെന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ആക്ച്വലി ഉണ്ടല്ലോ, നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കാനോ അങ്ങനെയൊന്നും പാടില്ല. ബിക്കോസ് ഇറ്റ്സ് എ വെരി സൈലൻറ്റ് ഏരിയ. ഇവിടെ എനിക്ക് തോന്നുന്നു ധ്യാനം സംതിങ് അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കണം. അത് എന്നെക്കൊണ്ട് നടപടിയാവില്ല, ട്രൈ ചെയ്യാം. വിൽ ട്രൈ അവർ ബെസ്റ്റ് അല്ലേ ഗൈസ്? ഈ ലോകത്തിൻ്റെ പോക്കിതെങ്ങോട്ട്. ഇതാ കണ്ട എല്ലാം ഫോണിലാണ്. എല്ലാത്തിനും ലൈൻ ഉണ്ട് ഗൈസ്. ഞാൻ മാത്രമാണ് ഇതിൽ സിംഗിൾ. കണ്ട പോന്നണ്ട വേണ്ട. അല്ല ഗ്രൂപ്പ് അല്ല ഗൈസ്. ലവ് ഗൈസ്. സോ ഗൈസ്, നമ്മൾ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തിന്നുന്ന വിട്ടിട്ട് എനിക്കൊരു കളിയില്ല എന്നുള്ളത്. യു ഗൈസ് നോ ദാറ്റ്. അപ്പോൾ ഞങ്ങളുടെ പഞ്ചാബി ഹൗസ് വരുന്നുണ്ട്. രാജുവേട്ടൻ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കളിയുണ്ട്, ഫുട്ബോൾ ഉണ്ട്. ഫുട്ബോൾ ഉണ്ട് ഗൈസ്. ഫുട്ബോളിൻ്റെ പ്രിപ്പറേഷനാണ് ആ ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പോരും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത്, ഇന്ന് ചാമുണ്ടിക്കുന്ന് തെയ്യവും ഘോഷയാത്രയെല്ലാം ഉണ്ട്.
അത് കാണാനാണ്. വിശാലേട്ടനെ ഞങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവിടെ നിർത്തി. ആനയാണ്, ചേനയാണ്, കുതിരയാണെന്നെല്ലാം പറഞ്ഞിട്ട്. ആ ഇല്ലില്ല നിങ്ങളോട് പിന്നെ മുണ്ടുകയില്ല നമ്മള് അല്ലേ? അമ്മേനോട് അമ്മ പറയാം. പിന്നെ വിശാലായിട്ട് പറ്റിച്ചു ഗൈസ് നമ്മളാ. വിശാലായിട്ട് പറ്റിച്ചു ഗൈസ്. വിശാലായിട്ട് ഇന്ന് പോകുന്നു. അതാ എനിക്ക് ഫുട്ബോൾ ചർച്ചയായി ഗൈസ്. കോപ്പിറൈറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചോറില്ലേ? ഇല്ലേ? ചോറില്ല ഗൈസ്. ഈ വിശാലേട്ടൻ പോന്നേ ചാച്ചാ. ഈ വിശാലേട്ടന്റെ വീട് കണക്ക് തന്നെ ചോറില്ല. ഇനിയിപ്പൊ എന്ത് പ്രശ്നം വന്നാലും അതിന്റെ അതെ. ഇനി നിങ്ങൾ തീരുമാനിക്ക്. കൊച്ചി ഗൈസ്. നമ്മള് വേറൊരു തട്ടുകടയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ചോദിച്ചു, ഇറങ്ങുന്നതിന് മുന്നേ ചോദിച്ചു ഞാൻ ചെയ്യണ്ടേ. നമ്മള് ഗൈസ് ഇവിടെ വേറൊരു തട്ടുകടയിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ ചോദിച്ചു കഞ്ഞിയുണ്ടോ ചോറുണ്ടോ എന്നൊക്കെ. അപ്പൊ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് കഞ്ഞി കുടിക്കാൻ പോയിട്ട് വിശാലേട്ടനെ ഞങ്ങള് തന്ത്രപൂർവ്വം കഞ്ഞി ചെയ്തിരിക്കുന്നു. ഞാൻ അനാവശ്യമായി ഊതിയ വിശാൽ കേപ്പിയെ രാത്രി പഞ്ഞി കിടന്നാണ്. വിശാൽ കേപ്പി കരുതിയിരുന്നു. നിങ്ങൾ കരുതിയിരുന്നു. നിങ്ങള് ശരി ആർക്കെ റെഡി? 1 2 3 സ്റ്റാർട്ട് അല്ലേ? റെഡി അല്ലേ ആർക്കെ? ഇന്ന് നമ്മൾ വിശാലേട്ടനെ ചിക്കാൻ വേണ്ടിട്ടല്ലേ? നാളെ നിങ്ങൾക്ക് എന്നെ പുറത്താക്കണം ഈ ടീമിന്ന്. അവർക്ക് പറയണം നീയല്ലേ പറഞ്ഞത് ഈ ടീമിന്ന്. ഗൈസ് ഞാൻ ഈ ടീമിന്ന് വിരമിക്കുന്നു. ഗൈസ് നമ്മള് ഫുഡെല്ലാം കഴിച്ചു. എന്നെ ഇവരുണ്ടല്ലോ നാറ്റിക്കേണ്ടതിന്റെ പരമാവധി നാറ്റിച്ചിലാണ് ഞാൻ പോകുന്നത്. അല്ല പക്ഷെ നൗഫൽക്കല്ല. ആരത് പറഞ്ഞേ? രാജുവേട്ടനും വിശാൽ കെ പി ആണ് ഇതിന്റെ മെയിൻ. അല്ല കാറിൽ കയറട്ടെ എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അതായത് എനിക്കുണ്ടല്ലോ ശരി തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇല ഞാൻ എടുക്കാറില്ല. അത് എടുക്കാറില്ല മീൻസ് ഇൻ ദ കേസ് ഇവരാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഗൈസ് ഞാൻ പറഞ്ഞത് വീണ്ടും റെക്കോർഡ് ആയിട്ടില്ല. എനിക്ക് ഇന്ന് എന്താ പറ്റിയത് എനിക്കറിയില്ല. ഓക്കെ, അതായത് അവിടുന്ന് പിന്നെ എനിക്കൊരു ശീലം ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് അച്ഛൻ അല്ലെങ്കിൽ ഇവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇല എടുക്കാറില്ല. അതെനിക്ക് അങ്ങനെയാണ് ശീലം. എന്നിട്ട് ഞാൻ ആടന്ന് ഇല ആടെ വെച്ചു. നൗഫലിക്ക് എടുക്കുമല്ലോ. അതിനടുത്ത് വലിയമ്മ പറഞ്ഞു പോയി ആൺകുട്ടി എടുത്തു. അതിന് വിശാൽ കേപ്പി ആർക്കെ ഒക്കെ സപ്പോർട്ട് ചെയ്തു. ഞാൻ ഇല്ലാത്തപ്പോ എന്തെല്ലോ പറഞ്ഞു. പക്ഷെ എന്റെ നൗഫലിക്ക് എന്ത് പറഞ്ഞു? ഒക്കെ അതാണ് ശീലം. ഞങ്ങൾ ഉണ്ടെങ്കിൽ ഒക്കെ അതാണ് ശീലം. എന്റെ നൗഫലിക്കാക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. ആർക്കയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ വിശാൽ കേപ്പിക്കുള്ളത് ചായ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. സ്റ്റേഷനിൽ കഴിച്ചിട്ട് ഞങ്ങൾ വണ്ടി കയറുന്നതാണ്. രാത്രി ഷർട്ട് വാങ്ങിക്കോ പോയിട്ട്. ഗോ ഗെറ്റ് ദ ഷർട്ട് ഓഫ് നൗഫൽ. അപ്പൊ ഞാൻ മുമ്പിലേക്ക് വരട്ടെ ആർക്കെ. സോ ഗൈസ് നൗഫലിക്ക പോയിട്ടുണ്ട്. അപ്പോ വിശാലേട്ടന് ആക്ച്വലി വെരി അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് നിൽക്കാം ഓക്കെ എന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഡ്രസ്സില്ല. അങ്ങനെ നൗഫലിക്കാന്റെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇപ്പോൾ വരും. ഞങ്ങൾ നേരെ വീട്ടിൽ പോയി കുറച്ച് നേരമെങ്കിലും ഉറങ്ങണം അല്ല രാജോട്ടാ. കാരണം രാത്രി അവിടെ തെയ്യത്തിന് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡള്ളായിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ കുറച്ചു നേരം കിടന്നുറങ്ങി ഒന്ന് എണീച്ച് ഫ്രഷനപ്പ് ആവാനുള്ള ചാൻസ് ഒന്നുമില്ല. ഞാൻ ആദ്യം ഫ്രഷ് ആവാനൊന്നും പറ്റില്ല. നിങ്ങൾ ഇതേ കോസ്റ്റ്യൂം മാറ്റുന്ന വൈകുന്നേരം മതിയില്ലേ? മതി. അമ്പലത്തിലേക്ക് പോകുന്നെങ്കിൽ ചിലപ്പോൾ മാറ്റാം അല്ലേ? അപ്പോൾ നമ്മൾ അതിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. സോ ഇനി വീട്ടിൽ പോയിട്ട് എല്ലാവരും കുറച്ചു നേരം കിടന്നുറങ്ങട്ടെ. ഓക്കെ.
നമ്മളവിടെ ടാറ്റ പറയാൻ വേണ്ടിയിട്ടാണ് നൗഫലിക്ക വരുന്നത്. ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ആ ഷർട്ടായിരിക്കും ചൂസ് ചെയ്യുന്നത്. സത്യം ഞാൻ പറഞ്ഞിട്ടില്ലേ. താത്തിയർ ബൈ ഷള്ളവയെ കാണാം. ഷർട്ട് തേച്ചു കൊടുത്തേ കൊടുക്കാം, അത് കൊടുക്കും തേക്കാൻ. അല്ല, നമുക്ക് വിശാലേട്ടന്റെ തലയിലിടാം. ഗൈസ് നമ്മളപ്പോ ഷവർമ തിന്നെയാണ്. ഓക്കെ സോ ഗൈസ്, നമുക്ക് ഇന്നലെ വ്ളോഗ് അതിമനോഹരമായി അവസാനിപ്പിക്കാൻ പറ്റിയില്ല. കാരണം വേറൊന്നുമല്ല, വീട്ടിലെത്തി കിടന്നുറങ്ങി. ഞാൻ എണീച്ചത് രാവിലെ 8 മണിക്കാണ്. അതുകൊണ്ട് ചാമുണ്ടിക്കൊന്നും പോയിട്ടാ എവിടെയും പോയിട്ടാ, വീട്ടിൽ തന്നെ കിടന്നുറങ്ങി. അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ അവസാനിപ്പിക്കുന്നത്. ഇന്ന് ഞങ്ങൾ വേറൊരു വ്ളോഗ് ഇല്ല, പക്ഷെ ഞങ്ങളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എല്ലാവർക്കേ ആർക്കെ ചൊടിച്ചോ? ആർക്കെ സംഭവം ഉറങ്ങിയിട്ടാ, ഞാൻ മാത്രം ഉറങ്ങി. ആർക്കെ ഉറങ്ങിയിട്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഗൈസ്, വേറൊരു വ്ളോഗുമായി സന്ധിക്കും വരേക്കും വണക്കം.